71ാമത് നെഹ്റു ട്രോഫിയുടെ ഹൈലൈറ്റ് ഈ പാലം തന്നെയാണ്. പാലത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് മുഴുവൻ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ. വള്ളങ്ങളൊക്കെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇടത്തോട്ടിലോട്ട് പിടിച്ചിടുന്നതാണ്. ഞങ്ങൾ വെള്ളംകുളങ്ങര വള്ളത്തിൽ സെൻറ്റ് ജോർജ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന് വേണ്ടി തുഴയാൻ വന്നതാണ്. ഈ തുഴയുടെ ഡിഫറൻസ് കണ്ടിട്ട് ഇത് ഇടത്തട്ടി തുഴയുന്ന തുഴയത് അതെ, തുഴ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ ഓക്കെ, ഇതാണ് അതിൻ്റെ എൻജിൻ. 71ാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി സെൻറ്റ് ജോർജ് ബോട്ട് ക്ലബിന് വേണ്ടി ചൂണക്കുട്ടന്മാരിവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഇടത്തോടുകളിലാണ് ഈ ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ കളിക്ക് മുന്നായിട്ട് പിടിച്ചിടുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടീമൊക്കെ സെറ്റായിട്ട് ട്രാക്കിലോട്ട് പോകുന്നത്. വള്ളത്തേൽ ആൾക്കാരെയൊക്കെ ഇരുത്തി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇനി കായലിലോട്ട് ഇറങ്ങണം. എന്നിട്ട് ഇപ്പോൾ ഇടത്തോട്ട് കിടക്കുവാണ്. കായലിൽ പോയിട്ട് വേണം യൂണിഫോമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ട്രാക്കിലോട്ട് എൻട്രി ചെയ്യാൻ. നെഹ്റു ട്രോഫിയുടെ റൂൾസ് പ്രകാരം ഫുള്ള് ജേഴ്സി ഇല്ലാതെ നമുക്ക് ട്രാക്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്പറൊക്കെ ഒട്ടിച്ചാണ് മത്സരത്തിനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ചുണ്ടൻ വള്ളത്തിൻ്റെ വെള്ളിക്കൂമ്പ്. എന്ത് മനോഹരമാണ് നോക്കി. വള്ളങ്ങളൊക്കെ ഇവിടെ ഇടത്തോട്ടിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടാണ് വള്ളങ്ങൾ റെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആൾക്കാരെല്ലാം പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് വീണ്ടും. ഇത്രയും ആൾക്കാർക്ക് ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ്. ഇതിൻ്റെ പുറകിൽ ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അവരുടെ ജീവിതമാണ്. ഇതിൻ്റെ പുറകെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരാണ്. സീസണായി കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും ത്യജിച്ചുകൊണ്ടാണ് ഈ വള്ളംകളിക്ക് വേണ്ടി ഇറങ്ങുന്നത്. എത്രയോ നാൾ പ്രാക്ടീസ് ചെയ്യണം. ശരീരവും മനസ്സും ഒരുപോലെ ഒരുക്കിയാണ് വള്ളംകളിക്ക് വേണ്ടി പോകുന്നത്. വള്ളംകളിയുടെ ട്രയൽസൊക്കെ വളരെ ചിലവേറിയതാണ്. 100-110 ആൾക്കാരൊക്കെയാണ് ഒരു ടീമിലുള്ളത്. 10, 20, 30 ദിവസം ട്രയൽസ് എടുക്കുന്ന ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഭീമമായ തുകയാണ് ട്രയൽസിന് വേണ്ടിയും ഈ നെഹ്റു ട്രോഫിന് വേണ്ടിയും ചിലവാകുന്നത്. ഞങ്ങളുടെ വള്ളവും മാസ് ഡ്രില്ലിനായി ഞങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന സ്ലോട്ടിലേക്ക് വന്ന് കയറുകയാണ്. വള്ളമൊക്കെ വളച്ച് തിരിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ്. നല്ല കൈക്കരുത്തും മനക്കരുത്തും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരാണ് അമരത്ത് നിൽക്കുന്നത്. അവരുടെ കൈകളിൽ വള്ളം വളരെ സുരക്ഷിതമാണ്. അവരാണ് ഈ വള്ളം മുഴുവൻ നിയന്ത്രിക്കുന്നത്. മാസ് ഡ്രില്ലിന് വേണ്ടി ടീമുകളെല്ലാം തയ്യാറായിരിക്കുകയാണ്. വള്ളങ്ങളെല്ലാം നിരനിരയായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്ത് രസമുള്ളൊരു കാഴ്ചയാണ്. എന്തുമാത്രം ആൾക്കാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഈ കൊല്ലം 21 ചുണ്ടന്മാരാണ് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. വള്ളംകളിയിലെ മെയിൻ താരങ്ങളൊക്കെ അടുത്ത് കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ഗാലറിയിൽ കാണികൾ ആവേശഭരിതരായിട്ട് ഈ മാസ് ഡ്രില്ല് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. വള്ളംകളിയിൽ ഭയങ്കര മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സൗഹൃദത്തിന് ഇവിടെ ഒരു അതിർവരമ്പുകളുമില്ല. എല്ലാ ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടുമാണ് പെരുമാറുന്നത്. ഇവിടെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ മാസ് ഡ്രില്ലിനെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് മാസ് ഡ്രില്ല് ചെയ്യുന്നുണ്ട്. എന്ത് രസമാണെന്നറിയാമോ ഇവിടെ നിന്ന് അതിങ്ങനെ നോക്കിക്കാണാൻ. അടിപൊളി. മാസ് ഡ്രില്ലിന് ശേഷം വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെയൊക്കെ മത്സരം ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ നമ്മളുടെ സ്ലോട്ടിനനുസരിച്ച് നമ്മളുടെ മത്സര സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് റെഡിയായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അങ്ങ് പോകുന്നത്. അപ്പോൾ എന്ത് രസമാണെന്നറിയാം. ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ തുഴഞ്ഞു വരുന്ന കാണാൻ. ആഹാ, നല്ല രസമല്ലേ. സൈഡിൽ കൂടി ഇങ്ങനെ വള്ളമൊക്കെ പോകുന്നത് കാണാൻ തന്നെ ഒരഴകാണ്. എന്നെ ഈ ബോട്ട് ക്ലബിലോട്ട് ക്ഷണിച്ചത് ജസ്റ്റിൻ മാളേക്കലാണ്. പുള്ളി ഈ വള്ളസമിതിയുടെയും അതുപോലെ തന്നെ നെഹ്റു ട്രോഫി നടത്തിപ്പിലും ഒക്കെ ഉള്ളയാളാണ്. ജസ്റ്റിൻ മാളേക്കലിന് ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചുണ്ടൻ വള്ളത്തെ മത്സരിക്കാൻ വേണ്ടി കയറുന്നത്. ഇത് കണ്ടോ, ഒരു ചുണ്ടൻ വള്ളത്തിലോട്ട് ആൾക്കാർ കയറുന്നതാണ്. 1ാം തുഴക്കാരൻ കയറി പുള്ളി പ്രാർത്ഥനയൊക്കെ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത മത്സരത്തിന് വേണ്ടി നിരണം ബോട്ട് ക്ലബിൻ്റെ വള്ളം ഇങ്ങനെ ട്രാക്കിലോട്ട് കയറാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട്
അവർ വെയിറ്റ് ചെയ്യുന്നതാണ്. അവരുടെ പേര് വിളിക്കുന്നതനുസരിച്ച് അവർ വന്ന് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കയറി സ്റ്റാർട്ടിംഗ് ഡിവൈസുമായിട്ട് കണക്റ്റ് ആവും. ഈ വരുന്ന വള്ളം ഇരുട്ടുകുത്തിയിലെ സൂപ്പർ താരമാണ്. നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ വിജയിച്ച വള്ളമാണ്. അതുപോലെ തന്നെ വള്ളങ്ങൾ ട്രാക്കിലോട്ട് കയറുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ചെറുതായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്താണ് അവർ ട്രാക്കിലോട്ട് കയറുന്നത്. ഇത് നിരണം ചുണ്ടനാണ്. അവരുടെ കൂടാണ് ഞങ്ങളും മത്സരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വള്ളത്തിൻ്റെ പേര് വലിയ ദിവാഞ്ചി, ആയാവറമ്പ് വലിയ ദിവാഞ്ചി. ഞങ്ങളും പയ്യെ ട്രാക്കിലോട്ട് കയറുകയാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഡിവൈസുമായിട്ട് കണക്റ്റ് ആക്കുകയാണ്. എല്ലാവരും ഒരുപോലെ സ്റ്റാർട്ടാകാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് ഡിവൈസ് ഉണ്ട്. അതിൽ നമ്മളുടെ വള്ളത്തെ കണക്ട് ചെയ്യും. അതിനുശേഷം ഇതിലെ ട്രാക്ക് കണ്ടോ നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കയറി സെറ്റായി കിടക്കും. അതിനുശേഷം അതിനൊരു വൈറ്റ് സോണും റെഡ് സോണും ഉണ്ട്. നമ്മൾ ആ വൈറ്റ് സോണിൽ വേണം നമ്മുടെ കൂമ്പ് റെഡിയായിട്ട് വെക്കാൻ. എന്നിട്ട് അവർ ഗണ്ണ് പൊട്ടിക്കുന്നതനുസരിച്ച് നമ്മൾ വള്ളം വിടുകയാണ്. നല്ല സ്റ്റാർട്ട് എടുത്താൽ തന്നെ ഒരു ചെറിയ ലീഡ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മളെക്കാളും നല്ല സ്പീഡിൽ ബാക്കിയുള്ളവരൊക്കെ സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ തുഴച്ചിൽക്കാരാണ്, പ്രൊഫഷണൽ തുഴച്ചിൽക്കാരൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ നല്ല രീതിയിൽ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുപോലെ നമ്മളത് പങ്കെടുത്തു. നമ്മുടെ റേസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് അടുത്ത മത്സരത്തിന് വേണ്ടി നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചുണക്കുട്ടികൾ വന്നി. ഈ കാണുന്നത് തെക്കനോടി വള്ളമാണ്. അത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്. അവർ നല്ല രീതിയിൽ മത്സരിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാണ്. ഇരു കരകളിലും കാണികൾ ആവേശം കൊണ്ട് നമ്മളെ ഹാർപ്പ് വിളിക്കുകയാണ്. നമ്മൾക്ക് വളരെ സന്തോഷമാണ്. വള്ളംകളിയിൽ പങ്കെടുക്കുക എന്നുള്ളത് അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാണ്. രാവിലെ മുതൽ കഷ്ടപ്പെട്ടാണ് ഈ വള്ളത്തിൽ പോകുന്നത്. 1-2 മത്സരമൊക്കെ കാഴ്ചവെക്കുമ്പോഴത്തേക്കും വളരെയധികം കായികക്ഷമതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രതികൂല കാലാവസ്ഥ, മഴയുണ്ട്, ചൂടുണ്ട്, ഇതെല്ലാം വകവെക്കാതെയാണ് മത്സരത്തിലിറങ്ങുന്നത്. ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ലൂസേഴ്സ് ഫൈനൽ സെക്കൻഡ് വിട്ട് കഴിഞ്ഞു. അത്യന്തം ആവേശകരമായ മത്സരമാണ്. നമ്മളെല്ലാം കാത്തിരുന്ന ഫൈനലിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, നിരണം ബോട്ട് ക്ലബ്ബ്, പുന്നമട ബോട്ട് ക്ലബ്ബ്, വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി, ഇവയാണ് ഫൈനലിന് വേണ്ടി യോഗ്യരായി വന്നിരിക്കുന്നത്. ഇവരെല്ലാം വള്ളങ്ങൾ ട്രാക്കിലോട്ട് കയറ്റാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കയറി സ്റ്റാർട്ടിംഗ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അല്പനിമിഷത്തിനുള്ളിൽ ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ വെടിശബ്ദം കേട്ടിരിക്കുകയാണ്. ആണ്ട വിട്ടിരിക്കുന്നു. അതാണ് അത്യന്തം ആവേശകരമായ ഫൈനൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ട് ജോമോൻ ചമ്പക്കുളത്തു നിന്ന് നമുക്ക് അയച്ചു തന്നതാണ്. അത്യന്തം മനോഹരമായ ഒരു വീഡിയോ ആണ് ജോമോൻ എടുത്തത്. വാശിയേറിയ മത്സരത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഈ വീഡിയോ എനിക്ക് അയച്ചത്. അടിപൊളി വീഡിയോ ആണ്. അങ്ങനെ പള്ളാത്തുരുത്തിയെയും പുന്നമട ബോട്ട് ക്ലബിനെയും അലത്തിയടിച്ചുകൊണ്ട് BBC വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചുണക്കുട്ടന്മാർ അവരുടെ ജേഴ്സി ഊരി കാണിച്ചില്ല. ഞങ്ങളും ഞങ്ങളുടെ ആഘോഷം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വിജയികളായ BBCക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളും.